നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീന അത്ര മികച്ച ടീമല്ല. ആടാ താഴ്ന്ന റാഫി താഴ്ന്നടാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ഇടാൻ ആൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞതല്ല. ഇനി അതിൻ്റെ പേരിൽ ഇങ്ങനെ കുറേ ആളുകളുടെ ഒരു ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് പറയാണ്, ഇത് ശരിക്കും പറഞ്ഞത് പ്രമുഖ സ്പാനിഷ് ഫുട്ബോൾ എക്സ്പേർട്ട് ഹൂലിയോ മാൽഡൊനാഡോ, അദ്ദേഹത്തെ ചുരുക്കി മാൽഡീനി എന്നറിയപ്പെടാറുണ്ട്. നമ്മുടെ മറ്റേ ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം മാൽഡീനി അല്ല, ഇദ്ദേഹത്തിനെ ചുരുക്കി വിളിക്കുന്നത് മാൽഡീനി എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അർജൻറ്റീനയെക്കുറിച്ച്, ദേ ആർ നോട്ട് ദാറ്റ് ഗ്രേറ്റ്. ഇത് അദ്ദേഹം സ്പാനിഷ് ഷോയിൽ ഇങ്ങനെ കളിയെക്കുറിച്ച് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞാണ്. അപ്പോൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിപ്പോൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് TYC സ്പോർട്സ് കൃത്യമായിട്ട് അവരെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, അർജൻറ്റീന ഈ ടീമിൽ എനിക്ക് അത്ര വലിയൊരു വിശ്വാസമില്ല. ഹോണസ്റ്റ്ലി അവർക്ക് ഇത്തവണ ചാമ്പ്യന്മാരാവാൻ വലിയ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ധാരണകളുണ്ട്. ഞാൻ നേരത്തെയും ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോൾ ആരും ഇതിൽ ഒഫൻഡഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണല്ലോ, ഇതൊരു അർജൻറ്റീൻ ചാനലിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ 4 സെമി ഫൈനലിസ്റ്റുകളും യൂറോപ്യൻ ടീമുകളായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. വേൾഡ് കപ്പിൽ സെമി ഫൈനലിൽ യൂറോപ്യൻ ടീമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇത് അദ്ദേഹം പറയുകയാണ്, അർജൻറ്റീന ടീം ഇപ്പോൾ അത്ര നല്ല രൂപത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻസോ ഫെർണാണ്ടസ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മെസ്സി 2022 അദ്ദേഹത്തിൻ്റെ നിലവാരം എന്തായിരുന്നു, അതിനേക്കാൾ താഴെ പോയിട്ടുണ്ട്. അത് ഒബ്വിയസ് ആണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ആണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം മറ്റുള്ള കാര്യങ്ങൾ കൂടി സ്കലോനി സ്ക്വാഡിനെ അസംബിൾ ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പരിക്കുന്ന പ്രശ്നങ്ങളും മറ്റുമൊക്കെയുള്ള താരങ്ങൾ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ടീമിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അത്രമാത്രം ഒരു കപ്പാസിറ്റി ഈ ടീമിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും മികച്ചൊരു ടീമാണ് എന്നെനിക്ക് വിശ്വാസമില്ല. കാരണം എന്താണെന്നറിയോ, മറ്റ് പല ദേശീയ ടീമുകളും അവരെക്കാൾ ഇപ്പോൾ മുകളിലാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ടീമുകളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പലതരത്തിൽ കാര്യങ്ങൾ കാണണമല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഈ ടീമിനെ കാണുമ്പോൾ എനിക്ക് ഇത്തവണ അർജൻറ്റീന വേൾഡ് കപ്പ് നേടുമെന്ന് തോന്നുന്നില്ല എന്നാണ് സ്പാനിഷ് ഫുട്ബോൾ എക്സ്പേർട്ട് പറയുന്നത്. പക്ഷേ അർജൻറ്റീന ഇത്തവണ വേൾഡ് കപ്പ് നേടിയാലോ, അതൊരു വല്ലാത്ത നേട്ടമായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല അല്ലേ? കാരണം വേൾഡ് കപ്പ് കിരീടം ഒന്നിനു പുറകെ ഒന്നായിട്ട് നേടുക, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പെലെയുടെ ബ്രസീൽ 1958-ലും 62-ലുമായിട്ട് വേൾഡ് കപ്പ് നിലനിർത്തിയിട്ടുണ്ട്. ഇറ്റലി 34-ലും 38-ലുമായിട്ട് വേൾഡ് കപ്പ് നിലനിർത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആരും അത് നേടിയിട്ടില്ല. വേൾഡ് കപ്പ് കിരീടം വീണ്ടും നേടുക എന്നുള്ളത്, അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് എന്നുകൂടി അദ്ദേഹം ചേർത്ത് പറയുന്നു. കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.